നമുക്ക് കണക്കുണ്ട്. ആ രീതിയിൽ ഗണിതമായിട്ട് പൂർണ്ണമായിട്ടും ഈ വൃത്തങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കണക്കിലെ വൃത്തം മാത്രമല്ല, കവിതയിലെ വൃത്തവും ഗണിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കവിതയൊക്കെ മാറ്റുന്നത് ഗണിതമാണ്. വൃത്തമില്ലെങ്കിൽ പോലും അതിന് ഒരു പാടാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയാൽ മാത്രമേ കവിതയോ, അല്ലെങ്കിൽ വെറും പ്രോസായി മാറും. അപ്പോൾ ഒരു പ്രോസിനെയും പോയട്രിയും വ്യത്യാസപ്പെടുന്നത് ഗണിതം. സാർ, ഈ കുഞ്ഞിലെ മുതലേ നമ്മൾ ഈ പസിൽസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഇതുപോലുള്ള വലിയ വലിയ ടെസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യാൻ അവർക്ക് ഒരു അഭിരുചി കുഞ്ഞിലെ മുതലേ ശീലിച്ചു തുടങ്ങിയാൽ എളുപ്പമാകുമോ? തീർച്ചയായിട്ടും. അതായത് കണക്കിലുള്ള അത് ട്രെയിൻ ചെയ്യുമ്പോൾ മാനസികമായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രോബ്ലം സോൾവിങ്ങിന് ഒരു കഴിവ് നേടാനുണ്ട്. ഞാൻ ഒരു പ്രശ്നങ്ങൾ നേരിട്ട് വന്നാൽ അതിന് തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നേടുന്നത് ഈ പ്രയാസപ്പെട്ട കണക്ക് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഈ കണക്കിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമുള്ളത്, നമ്മുടെ ഭാരതീയ ചിന്താപ്രകാരം സത്യം ശിവം സുന്ദരം എന്ന് കേട്ടിട്ടുണ്ടോ? സത്യം ശിവം സുന്ദരം. ഗണിതവും സത്യവും ശിവവും സുന്ദരവുമാണ്. ഗണിതം സത്യമാണ്. അത് പൂർണ്ണമായിട്ടും ഓരോന്നിൻ്റെയും വൃത്തത്തിൻ്റെ വിസ്തീർണം എത്രയാണ്, അല്ലെങ്കിൽ സമയത്തിന് 4 വശങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഒരു സത്യമാണ്. അത് സത്യമാണ്, ശിവമാണ്, ദൈവമാണ്, അതുപോലെ സുന്ദരവുമാണ്. കാരണം ഗണിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും സുന്ദരമായ കാര്യത്തിൽ ഒരു സൂത്രവാക്യമായാലും അല്ലെങ്കിൽ അതായത് ഒരു സൂത്രവാക്യം എന്നാൽ ഏറ്റവും ചെറിയ അക്ഷരങ്ങളിലൂടെ അതിൻ്റെ ഒരു ആശയം. ഇപ്പോൾ നീളവും വീതിയും ഗുണിച്ചാൽ വിസ്തീർണം കിട്ടും, അല്ലെങ്കിൽ 4ഉം 3ഉം കൂട്ടിയാൽ 7 ആകും എന്നുള്ളതിന് പകരം വളരെ സിമ്പിളായിട്ട് 4+3=7 എഴുതുന്നു. അത് ലോകത്തിൽ മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് യൂണിവേഴ്സലായിട്ട് ഒരു ഭാഷ കൂടിയാണ് ഗണിതം. അത് ഹിന്ദിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ, അല്ലെങ്കിൽ ജർമ്മനിലാണെങ്കിലൊക്കെ ഈ 4+3=7 എന്നുള്ളത് അവരെ വാക്കുകളിലൂടെ പറയാൻ പറ്റും. പക്ഷെ കണക്കിലൂടെ ആകുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും സുന്ദരമായിട്ട് 4+3=7 എന്നുള്ള ഏറ്റവും ചെറിയ സിമ്പിൾ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഒരുപാട് സമയം ലാഭമുണ്ട്, സ്പേസ് ലാഭമുണ്ട്, അങ്ങനെ ഒരുപാട് ലാഭമുണ്ട്. മാത്രമല്ല യൂണിവേഴ്സലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മാത്തമാറ്റിക്സ് ഇസ് എ ലാംഗ്വേജ് ഇറ്റ്സെൽഫ്. അതിനകത്ത് ക്രിയയുണ്ട്, കർമ്മമുണ്ട്, എല്ലാം ഉണ്ട്. പണ്ട് കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഈ നാപ്പ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ബാലൻ. പണ്ട് സ്കൂളിൽ ഇങ്ങനെ ഇരുന്നപ്പം ഒരു മാത്സ് അധ്യാപകൻ ഒരു കണക്കിട്ട് കൊടുത്തു. ബാക്കി ആർക്കും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ കുട്ടി സ്കൂൾ പൂട്ടുന്നത് വരെ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം ഹെഡ് മാസ്റ്റർക്ക് ഒരു ഡൗട്ട് തോന്നി വന്ന് നോക്കിയപ്പോൾ ആ കുട്ടി ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് പറയുണ്ടത്. ആ ആളാണ് പിന്നീട് ഭാവിയിലെ നെപ്പോളിയൻ ചക്രവർത്തിയായി അറിയപ്പെടുന്നത്. അങ്ങനെ ഒത്തിരി നെപ്പോളിയൻ ചക്രവർത്തി ഒരു രസമുള്ളത്, നെപ്പോളിയൻ ചക്രവർത്തിയുടെ ഒരു രാജ്യത്തുള്ള ഒരാളായിരുന്നു, ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു ലാപ്ലസ്. ലാപ്ലസിന്റെ പ്രത്യേകത, അദ്ദേഹം കാര്യമാറ്റത്തിന്റെ ആശാൻ എന്ന് പറയും. അതായത് ആരാണോ ഭരണാധികാരി അവരെ സ്തുതിച്ചുകൊണ്ട് അവൻ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. നെപ്പോളിയൻ ആ സമയത്ത് ഭരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വലിയൊരു ഗണിതശാസ്ത്ര തത്വം കണ്ടുപിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ പ്രവർത്തിച്ചുകൊണ്ട് ഇത് നെപ്പോളിയൻസ് തിയറി എന്ന് പേര് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇപ്പം പല കാര്യങ്ങളും ഇപ്പം പൈത്തഗോറസ് തിയറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൈത്തഗോറസ് കണ്ടുപിടിച്ചല്ല. പൈത്തഗോറസ് ജനിക്കുന്നതിനും ഒരു 5 കൊല്ലം മുമ്പ് തന്നെ അത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പൈത്തഗോറസ് ഗണിതശാസ്ത്രത്തിന് നൽകിയ ഒരു സംഭാവന മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ട്, സ്മാരകമായിട്ടാണ് പൈത്തഗോറസ് തിയറി എന്ന് കൊടുത്തത്. അപ്പോൾ അതും അതേപോലെ തന്നെ നെപ്പോളിയൻ തിയറി നെപ്പോളിയന്റെ കണ്ടുപിടുത്തമല്ല, മറിച്ച് ലാപ്ലാസ് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന് ആരാധനയായിട്ട് നെപ്പോളിയൻസ് തിയറി എന്ന് പേര് കൊടുക്കുന്നത്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ ട്രിഗണോമെട്രി, അനലിറ്റിക്കൽ ജോമെട്രി ഒക്കെ പഠിക്കും. പക്ഷെ അതൊന്നും ഫ്യൂച്ചറിലൊരു ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അന്ന് വളരെ കഷ്ടപ്പെട്ട ഓരോ ഫോർമുലാസ് ഒക്കെ പഠിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതെന്താണ്? ട്രിഗണോമെട്രിയിൽ നമുക്ക് ഉള്ള ആവശ്യമുള്ളത് ഒന്ന് വളരെ ഉയരത്തിലുള്ള ഒരു മരത്തിന്റെ നീളം കാണണം, ഹൈറ്റ് കാണണം എന്ന് വെച്ചാൽ അത് നമുക്ക് കയറിയിട്ട് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അതേസമയം ട്രിഗണോമെട്രി പഠിച്ചാൽ അത് അതിന്റെ നീളം കണ്ടുപിടിക്കാം. ഉദാഹരണമായിട്ട് ഒരു മനുഷ്യന്റെ നീളത്തിനനുസരിച്ച് ഒരു പ്രത്യേക സമയത്ത് അദ്ദേഹത്തിന്റെ നിഴലിന് നീളം തുല്യമായിരിക്കും. അത് നമുക്ക് 6 അടി ഉയരം ഉണ്ടെങ്കിൽ നിഴലിനും 6 അടി നീളമുണ്ട്. ആ സമയത്ത് ആ മരത്തിന് നീളമാണെന്ന് പറഞ്ഞാൽ മരത്തിന് ഉയരം കിട്ടും. മരം 100 മീറ്റർ ഉയരം ഉണ്ടെങ്കിൽ ആ മരത്തിന് നിഴലിന് 100 മീറ്റർ ഉണ്ടെങ്കിൽ ആ മരത്തിന് 100 മീറ്റർ കിട്ടുമെന്ന് മനസ്സിലാവില്ലേ? അപ്പോൾ അത് അല്ലെങ്കിൽ നേരെ പകുതി ദൂരം. അപ്പോൾ 6 അടി നീളമുള്ള ഒരാളുടെ നിഴലിന് 3 അടി മാത്രമേ നീളമുള്ളൂ വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതേ സമയത്ത് ആ മരത്തിന് നീളം മതി. എത്രയാണോ നിഴലിന്റെ നീളം അതിന്റെ ഇരട്ടി കണ്ടുപിടിച്ചാൽ മരത്തിന് നീളം കിട്ടും. അപ്പോൾ അതുകൊണ്ട് പഠിച്ചുകൊണ്ട് ഗുണമുണ്ടെന്നില്ലേ അർത്ഥം?
അതിന്റെ പ്രായോഗികമായ വശം കൂടി മനസ്സിലാക്കണം. ഇതാണ് കണക്ക് പഠിക്കാനുള്ള പ്രയാസം എന്താണ്, അതായത് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗപ്പെടുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ, നിത്യജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് പഠിക്കും. ഇപ്പോൾ ഒരു ചതുരത്തിന് നീളവും വീതിയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നീളം ഗുണിക്കണം വീതിയാണ് അതിൻ്റെ ഏരിയ, നമുക്ക് പഠിക്കാം. പക്ഷേ നമ്മൾ ഇരിക്കുന്ന ക്ലാസ് മുറിയുടെ വിസ്തീർണം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മുറിയുടെ വിസ്തീർണം ഏരിയ എത്രയാണെന്ന് ആർക്കും അറിയില്ല. അത് എന്തുകൊണ്ട് പ്രായോഗികമായിട്ട് പ്രയാസമാണ്. അതേസമയം പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ആ ക്ലാസ്സിൻ്റെ നീളവും വീതിയും അളന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ കുട്ടികളോട് പറഞ്ഞാൽ അങ്ങനെ അടുത്ത ക്ലാസ്സിൻ്റെ വിസ്തീർണം, അതുപോലെ അവരുടെ കോർട്ടിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കാൻ, ഏരിയ കണ്ടുപിടിക്കാൻ, അങ്ങനെ പ്രായോഗികമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കുന്ന ഉപയോഗം ഉണ്ടാവുകയും ചെയ്യും. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം, കണക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പഠിക്കുന്നു, പിന്നീട് അതിൻ്റെ ആവശ്യം മനസ്സിലാക്കുന്നില്ല, ചെയ്യുന്നില്ല. അതാണ് ഗണിതശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. ഈ മാത്സ് വളരെ ഇഷ്ടമുള്ള കുട്ടികൾ +2 കഴിഞ്ഞിട്ട് ഏത് കോഴ്സായിരിക്കും സ്യൂട്ടബിൾ ആയിട്ട്? അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ഉപയോഗിക്കാം, അതുപോലെ എഞ്ചിനീയറിങ്. മാത്രമല്ല ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അത് കണക്ക്. ഇപ്പം ഒരു ഡോക്ടറുടെ ഇത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കണക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഗുളിക ഒരു പനിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 20 ഗുളിക എഴുതി കൊടുത്താൽ ഇത് പോയി കഴിച്ചോന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഇത്ര നേരം, ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 2 വീതം അല്ലെങ്കിൽ ഒരു 3 വീതം കഴിക്കണമെന്ന് പറയണല്ലോ. അതിൽ കണക്കാവശ്യമാണ്. അങ്ങനെ അല്ലെങ്കിൽ ഇത്ര വേണം, ആ പനിയുടെ ശക്തിക്കനുസരിച്ച് എത്ര ഗുളിക വേണമെന്നൊക്കെ കണക്കാക്കുന്നത് കണക്കിലാണ്. അപ്പോൾ ഏത് കണക്കിൽ പ്രയാസം എളുപ്പമുള്ള കുട്ടികളും ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അവന് ആ കണക്കിൽ ഉപയോഗിക്കേണ്ടി വരും. അതില്ലാതെ വയ്ക്കാൻ പറ്റില്ല. ഈ കണക്കിന്റെ ഒരു ദോഷവശം എന്ന് പറയാൻ പറ്റില്ല. അത് തോന്നിയിട്ടുള്ളത് ഈ നോബൽ പ്രൈസ് ആ ഒരു മേഖലയിൽ കണക്ക് ഉൾപ്പെടുത്തുന്നില്ല. ഫിസിക്സ്, സിവിക്സ് അങ്ങനെയൊക്കെയാണ്. അതെന്തുകൊണ്ടാണ് മാത്സ് അതിലേക്ക് ഉൾപ്പെടാതെ പോയത്? അത് ആൽഫ്രഡ് നോബൽ ഈ സമ്മാനം ഏർപ്പെടുത്തുന്ന സമയത്ത് കണക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും ശത്രുവായ ഒരാളുണ്ടായിരുന്നു. ഗണിതശാസ്ത്രത്തിൻ്റെ വളരെ മിടുക്കനായ ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിന് സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ അത് മോശമാണെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആ സമ്മാനം ആ വിഷയത്തിൽ തന്നെ ഒഴിവാക്കുന്നത്. കൃത്യമായ പേര് എനിക്ക് ഓർമ്മയില്ല. സാർ ഒരുപാട് കവിതകൾ, പാട്ട് കുട്ടികൾക്ക് എളുപ്പ വഴിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ഓർത്ത് പാടാം. പാട്ടുപാടി കണക്കുന്ന ഒരു പുസ്തകമുണ്ട്, പക്ഷെ അതിലുള്ള കവിതകൾ ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല. അത് ഞാൻ കുറച്ച് കവിതകൾ സമാഹരിച്ചതാണ്. എങ്കിൽ പോലും പാട്ടുപാടാൻ എനിക്ക് കഴിയില്ല. എങ്കിൽ പോലും ഈ ത്രികോണത്തിന്റെ, ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഒരു ഫോർമുലയുണ്ട്. ഹാഫ് ദി ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. അതിനൊരു കവിതയായിട്ടുള്ളത് പാദപകുതിയെ ഉന്നതി കൊണ്ട് ഗുണിച്ചെന്നാൽ ത്രികോണത്തിന് വിസ്തീർണം കിട്ടും കുട്ടികളെന്നാണ്. പാദപകുതി എന്ന് പറഞ്ഞാൽ ബേസിന്റെ പകുതി, പാദപകുതിയെ ഉന്നതി കൊണ്ട് ഗുണിച്ചെന്നാൽ വിസ്തീർണം കിട്ടും. അതുപോലെ കടങ്കഥകളൊക്കെ ഉണ്ട്. ഇപ്പം 0 വളരെ രസകരമായ സംഖ്യയാണല്ലോ. അതിനെ പറ്റിയുള്ളൊരു കഥയുള്ളത് എന്നെ തൊട്ടാൽ തൊട്ടവനെ തട്ടും എന്നാണ്. എന്നെ തൊട്ടാൽ തൊട്ടവനെ തട്ടും പറഞ്ഞാൽ കൊന്നുകളി എന്നാണ്. അത് ഏത് സംഖ്യ ഗുണിച്ചാലും 0 കൊണ്ട് ഗുണിച്ചാലും 0 ആയിരിക്കും. ഇപ്പോൾ 1000, 10000 കോടി ആയി കഴിഞ്ഞാലും അതിനെ പിടിക്കുമ്പോൾ 0 മാറുന്നു. അതുപോലെ 0ത്തിന്റെ പ്രത്യേകത കൂട്ടുമ്പോൾ 0 ഏത് സംഖ്യയോടും 0 കൂട്ടുമ്പോൾ സംഖ്യയ്ക്ക് യാതൊരു മാറ്റം വരത്തില്ല. ഇപ്പം 5നോട് 0 കൂട്ടുമ്പോൾ 5 ആയിരിക്കും, 10നോട് 0 ഗുണിച്ചാൽ 10 തന്നെ. അതേസമയം ഗുണിച്ചാൽ 0 ആയിരിക്കും. അപ്പോൾ സങ്കലനത്തിൽ നിഷ്ക്രിയനാണ്, ഗുണനത്തിൽ അന്ധകനാണ്. സങ്കലനത്തിൽ നിഷ്ക്രിയൻ, യാതൊരു എഫക്റ്റ് ഉണ്ടാക്കാത്തതെന്ന്. അതേസമയം ഗുണനത്തിൽ അന്ധകനാണ്. അതാണ് 0ത്തിന്റെ പ്രത്യേകതകൾ. ഈ മത്സര പരീക്ഷകളിൽ, അതായത് ഇപ്പോൾ ബാങ്ക് ടെസ്റ്റ് പോലുള്ള പരീക്ഷകളിലൊക്കെ ഇപ്പം ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മത്സരാർത്ഥികളുടെ ഏതൊരു ഇതിനെയാണ് മത്സര പരീക്ഷകളിൽ പൊതുവെ ഉദ്യോഗാർത്ഥിയുടെ ഗണിതമായ കഴിവാണ് പരിശോധിക്കപ്പെടുന്നത്. അതൊക്കെ കണക്ക് ചെയ്യാനുള്ള കഴിവല്ല. എങ്ങനെ കണക്ക് ചെയ്യാന്നുള്ളത് പ്രസക്തിയില്ല. അതേസമയം ആ ആൾക്ക് ഗണിതപരമായ കഴിവുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ വർഗ്ഗങ്ങൾ, ഓരോ സംഖ്യയുടെ വർഗ്ഗങ്ങളുണ്ടല്ലോ. 1ന്റെ വർഗ്ഗം 1, 2ന്റെ വർഗ്ഗം 4, അങ്ങനെ വർഗ്ഗങ്ങളുണ്ട്. ഈ സംഖ്യയുടെ വർഗ്ഗം ഒരു നിശ്ചിത സംഖ്യയിൽ അവസാനിക്കുന്ന കണക്കുണ്ട്. ഒരു സംഖ്യയുടെയും വർഗ്ഗം 3-ൽ അവസാനിക്കില്ല, 7-ൽ അവസാനിക്കില്ല, 8-ൽ അവസാനിക്കില്ല, ഒരു സംഖ്യയില്ല. അപ്പോൾ ഈ സംഖ്യ ഒരു 5 സംഖ്യകൾ കൊടുത്തിട്ട് ഇതിൽ ഏതാണ് വർഗ്ഗമല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഗ്ഗം കാണാനുള്ള കഴിവൊന്നും വേണമെന്നില്ല.
ഇപ്പം 4, 3, 2, 8 എന്ന സംഖ്യ ഒരിക്കലും വർഗമായിരിക്കില്ല. അതുപോലെ 3, 4, 5, 3 എന്ന് പറഞ്ഞാൽ അത് വർഗമായിരിക്കില്ല. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ സംഖ്യ വർഗമാണോ പൂർണ്ണവർഗമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഗണിതപരമായ കഴിവാണ് പൊതുവെ ഈ മത്സര പരീക്ഷകളിൽ പരിശോധിക്കുക. അതായത് കണക്ക് ചെയ്യലല്ല, മറിച്ച് ആ ഗണിതപരമായ മാത്തമാറ്റിക്കബിലിറ്റി അതാണ് പരിശോധിക്കുന്നത്. അത് കണക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവല്ല. അത് അന്ന് പ്രധാനം. നമുക്കൊരു ബ്രേക്ക് ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ നെഗറ്റീവും ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവും, നെഗറ്റീവും പോസിറ്റീവും മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവും കിട്ടും. അതെന്താണ് അങ്ങനെ? രണ്ട് നെഗറ്റീവ് സംഖ്യകൾ കൂട്ടുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ ഗുണിക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അതാണ് പ്രശ്നം അല്ലേ? അപ്പോൾ ദിവ്യയോട് ഒരാൾ ചോദിക്കും, താങ്കളുടെ കയ്യിൽ 10 രൂപ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം പൈസ 10 രൂപ ഇല്ല എന്നാണ്. 10 രൂപ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുന്നു. എന്താ അർത്ഥം? 10 രൂപ ഉണ്ട്. ഇല്ലെന്നില്ല എന്ന് പറഞ്ഞാലോ? എൻ്റെ കയ്യിൽ ഇല്ലെന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഉണ്ടെന്നല്ല അർത്ഥം. അതിന്റെ ഉത്തരം ഉണ്ടെന്ന് ഇല്ലെന്നില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ഇല്ല എന്നുള്ളത് നെഗറ്റീവാണ്, ഇല്ല എന്നുള്ളത് നെഗറ്റീവാണ്. അപ്പൊ ഇല്ലെന്നില്ല എന്ന് പറഞ്ഞാല് ഉണ്ടെന്ന് അർത്ഥം. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞാലോ? എന്റെ കയ്യില് നിങ്ങളുടെ കയ്യിൽ 10 രൂപ ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ അർത്ഥം. നെഗറ്റീവ് കൂട്ടുമ്പോൾ നെഗറ്റീവാണ്. ഇല്ലെന്നില്ല എന്ന് പറയുമ്പോൾ പോസിറ്റീവ് പറഞ്ഞു. അതാണ് നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഗുണിക്കുമ്പോൾ പോസിറ്റീവ് ആകുന്നത്. ഇത് ജീവിതത്തിൽ സാധാരണയുള്ള കാര്യമാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. അതുമാതിരി കുട്ടികളിങ്ങനെ ചോദിക്കുകയാണ്, A+B² എന്താണ്? A² + B². പിന്നെ 2AB അതെങ്ങനെയാ വരുന്നത്? അതാണ് സംശയം. അത് എന്തുകൊണ്ട് വരുന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ കുട്ടിക്ക് രസകരമാകും. അല്ലെങ്കിൽ A² + B², A² + 2AB. മാഷ് പറഞ്ഞല്ലേ, ടീച്ചർ പറഞ്ഞല്ലേ, ശരിയായിരിക്കും, തെറ്റാനറിയില്ല, അതുകൊണ്ട് പഠിച്ചേക്കാം എന്ന് വിചാരിച്ച് വൈകാട്ടിട്ട് പഠിക്കുന്നു. അവിടെയാണ് കണക്ക് പ്രയാസം അനുഭവപ്പെടുന്നത്. ഈ AB നീളവും AB വീതിയുള്ള ഒരു കടലാസ് എടുത്തിട്ട് അത് A എന്നുള്ള നീളവും മാറ്റി